ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഒരാളെ കുറിച്ച് അറിയുന്നത് നമ്മുടെ മാസ്റ്റർ മൈൻഡ് അനന്തു എന്ന് പറയുന്ന ചാനലിനകത്താണ്. അതിനകത്താണ് ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സോഷ്യൽ മീഡിയയിൽ. അതിനുശേഷം ഈ വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്തു. ഏകദേശം 8425 ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു അക്കൗണ്ടിന്റെ ഉടമയാണ്. അതായത് നമ്മുടെ രേണുസുധിയുടെ അപര എന്നാണ് ഇവരെക്കുറിച്ച് ഇവരും പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ കുറേ അധികം ആളുകളും പറയുന്നതെന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും ഞാൻ ചെന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അതിനെയൊക്കെ സാധീകരിക്കുന്ന തരത്തിലുള്ള കുറച്ചധികം കമന്റുകൾ ഞാൻ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ചേച്ചിക്ക് നമ്മൾ യൂട്യൂബേഴ്സിനെ കുറിച്ച്, അതായത് രേണുസുധീനെ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ കുറിച്ചൊക്കെ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോകാം. ഇപ്പൊ രേണുവിന് എന്താ കുഴപ്പം? എന്താ രേണു ഒരു ഫ്രീ അല്ലേ? രേണു എന്താ അത്രയും ബോറാണോ? ഈ കുറെ എണ്ണങ്ങളുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ രേണുവിന് ഇട്ടുണ്ട് നെഗറ്റീവ് അടിക്കാൻ വേണ്ടിട്ട്. ഇവനൊന്നും വേറെ ഒരു പണിയില്ലേ? അത് ചോദിക്കുന്നവനൊന്നും വേറെ ഒരു പണിയില്ല. ഇങ്ങനെ മറ്റുള്ളവരായിട്ട് ട്രോൾ ചെയ്തിട്ട് ഇവന്മാർക്ക് എന്ത് കിട്ടാനാ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചേച്ചി പറയുന്നത് രേണുവിനെ വിമർശിക്കാൻ എന്താണ് അധികാരം എന്നാണ് പലരും ഇത് ചോദിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്കൊന്നും വേറെ പണിയില്ലെന്ന്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് രണ്ടിൽ ഒന്നിനൊരു ഉത്തരം തരാം. അതായത് രേണുവിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഞങ്ങൾക്കുണ്ട്. കാരണം ഈ നാട്ടിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന രണ്ട് സ്വാതന്ത്ര്യങ്ങളുണ്ട്. നമ്മുടെ ഭരണഘടന ഞങ്ങൾക്ക് ഉറപ്പുവരുന്ന സ്വാതന്ത്ര്യം അത് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ഞങ്ങൾ ഓരോ കാര്യങ്ങളെ ജെനുവിനായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് വേറെ പണിയില്ല എന്ന് ചോദിച്ചില്ല. വേറെ പണിയുണ്ട് ഞങ്ങളെ, ഇത് തന്നെയാണ് പണി. കാരണം യൂട്യൂബിൽ ഞങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മോണിറ്റൈസ് ആയ ഒരു ചാനലാണെങ്കിൽ ഞങ്ങളൊരു കണ്ടന്റ് ലോങ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും വന്ന് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് അതിനൊരു വ്യൂ കിട്ടും. ആ വ്യൂ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഓരോ പരസ്യങ്ങളിടയ്ക്ക് പ്ലേ ആവും. ആ പരസ്യത്തിന് യൂട്യൂബ് ഞങ്ങൾക്കൊരു ഏണിങ്സ് തരും. യൂട്യൂബിൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു ഏണിങ്സ് തരും, യൂട്യൂബിന്റെ കമ്മീഷനും പോയിട്ട്. അത് മാസാവസാനം ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ, ചിലപ്പോൾ 3 മാസം കൂടുമ്പോൾ ഞങ്ങൾക്ക് ഒരു വരുമാനമായിട്ട് ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുന്നുണ്ട്. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരു ജോലി തന്നെയാണ്. ചിലരിത് പാർട്ട് ടൈം ജോബായിട്ട് എടുക്കും, ചിലരിത് ഫുൾ ടൈം ജോബായിട്ട് എടുക്കും. എന്നാലും ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകാനുള്ള ഒരു വക ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ കഴിവ്. അപ്പം സെക്കൻഡ് വൺ, ഈ ചേച്ചിയുടെ അക്കൗണ്ടിൽ 8425 ഫോളോവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചേച്ചിക്ക് വളരെയധികം സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും തുടങ്ങാതിരിക്കുവാണെങ്കിൽ അത്രയും ഭാഗ്യം എന്ന് ഞാൻ പറയുന്നത്. എന്തായാലും ചേച്ചിയുടെ മറ്റൊരു വീഡിയോ കൂടി കാണാം. ആ വീഡിയോയ്ക്ക് ചേച്ചി വേറെ മൂഡിലാണ്. അപ്പോൾ ഇതാണ് ഈ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിരിക്കുന്ന വീഡിയോസിനകത്ത് ചിലത്. ആദ്യമേ ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണക്ക് തന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു വീഡിയോ ആണ്. മറ്റേതൊന്ന് രേണുസുധിനെ കുറിച്ച് പറയുന്ന വീഡിയോ. അപ്പം ഈ ചേച്ചി അങ്ങനെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ രേണുസുധി തന്നെ ഫീൽഡ് ഔട്ട് ആയി പോകും. കാരണം ചേച്ചി അത്യാവശ്യം ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരത്തേക്ക് ഈ ചേച്ചിയൊക്കെ അങ്ങനെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് തുടങ്ങി കഴിഞ്ഞാൽ രേണുസുധിയൊക്കെ ഫീൽഡ് ഔട്ട് ആയി പോകും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പായിരിക്കും. പിന്നെ രേണുസുധി അറിയപ്പെടുന്നത് ഇവരുടെ അപര എന്ന രീതിയിലായിരിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് ഏകദേശം കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ ഈ ചേച്ചിയുടെ ചാനലിനകത്ത് ഞാൻ കയറി നോക്കി, അതായത് ഇൻസ്റ്റാഗ്രാം ചാനലിനകത്ത് ഞാൻ കയറി നോക്കി. നമ്മുടെ രേണുസുധിനെ പോലെയൊക്കെ തന്നെയാണ് കുറേ അധികം കാര്യങ്ങൾക്ക് ഈ ചേച്ചി റിയാക്ട് ചെയ്യാറുണ്ട്. അതൊന്നും നമുക്ക് കണ്ടു നോക്കാം വേണമെങ്കിൽ. അതായത് ഈ ചേച്ചിനെ പരിഹസിച്ചുകൊണ്ട് നമ്മുടെ രേണുസുധിയുടെ ചാനലിനകത്ത് എന്ന് ചില വണ്ണന്മാർ കമന്റ് ചെയ്യാറുള്ളൂ. അതേ കണക്ക് തന്നെ ഇതിനകത്തും പോയി കമന്റ് ചെയ്യാറുണ്ട്. അതിനകത്ത് ഒരു സാധനം ഞാനിവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എടാ, ഞാൻ ഇത്രയും കഴിവുമായിട്ട് പാടുമായിരുന്നടാ. പിന്നെന്താണ് ഒരു പാട്ടൊക്കെ പാടിക്കളയടാ. അപ്പോൾ ഇതാണ് ഒരെണ്ണം. പിന്നെ മറ്റൊരെണ്ണം കൂടി ഉണ്ട്, അതും ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ വെക്കാം. അത് അവൻ അറിയിക്കുന്ന മറുപടിയാണ്. രേണുസുധി നീവൊക്കെ പാൻറ്റീസ് ഇടുകോടിയെന്ന്. എടാ പിന്നെ ഇല്ലാണ്ട് പിന്നെ എടാ, ഞാനും രേണുസുധി എല്ലാരും പാൻറ്റീസ് ഇട്ടിട്ടുണ്ട്. എടാ, ഈ ലോകത്തുള്ള ആണും പെണ്ണും എല്ലാരും പാൻറ്റീസ് ഇടുന്ന ആൾക്കാരാ, കേട്ടല്ല. പിന്നെ എടാ, നിന്റെ കെട്ടിയോളുണ്ടാടാ വീട്ടില്? നിന്റെ കെട്ടിയോളുണ്ടാന്ന് വീട്ടില്? നീ എന്തായാലും നിന്റെ ശീലമാണല്ലോടാ ഇവിടെ കമന്റ് ബോക്സിൽ വന്ന് എല്ലാരും അറിയിച്ചു. ഇതാണ് ചേച്ചിയുടെ കമന്റ് ബോക്സിൽ വന്ന് നമ്മുടെ രേണുസുധിയുടെ കമന്റ് ബോക്സിൽ ചെന്ന് കുറെ എണ്ണം കാണിക്കുന്ന അതേ വൃത്തികേടുകൾ തന്നെ ഇവിടെ ചെന്ന് കമന്റ് ആയിട്ട് ഇടാറുണ്ട്.
അപ്പോൾ രേണുസുതി എങ്ങനെ റിയാക്ട് ചെയ്യുന്നോ അതേപോലെ തന്നെ ഈച്ച കോപ്പി തന്നെ തിരിച്ച് അങ്ങനെ തന്നെ പുള്ളിക്കാരിയും റിയാക്ട് ചെയ്യാറുണ്ട്. എന്തായാലും ഉടനെ തന്നെ ചേച്ചിയും സബ്സ്ക്രിപ്ഷൻ തുടങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ നിങ്ങളെ ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് സന്തോഷമായിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോക്കകത്ത് ബാക്കിയുള്ളവരുടെ ഡൗട്ട് തീർന്നു കാണുമെന്ന് തോന്നി. അതായത് വേറെ പണിയൊന്നും ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വന്നിരുന്ന വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു റവന്യൂ കിട്ടുന്നുണ്ട്. ആ കാര്യം മനസ്സിലായില്ലെങ്കിൽ ഇന്നും മനസ്സിലാക്കിക്കൊള്ളുക. അപ്പൊ ശരിയാണ്.